അപ്പോൾ ടാൻജിം ബണ്ണി എന്ന് പറഞ്ഞിട്ടുള്ളൊരു IEM-നെ പറ്റിയിട്ട് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പറഞ്ഞുതരാം. അപ്പോൾ ഈ ടാൻജിം ബണ്ണി എന്ന് പറഞ്ഞിട്ടുള്ളതൊരു 2000 രൂപയ്ക്ക് താഴെ വരുന്ന ഒരു IEM ആണ്. ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റിനെ പറ്റിയിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഒരു കുഴപ്പങ്ങളും പറയാനായിട്ടില്ല. ഇത് ആക്ച്വലി ഭയങ്കര ബാലൻസ്ഡ് ആയിട്ടുള്ള സൗണ്ട് വേണ്ടവർക്കുള്ള ഒരു പെർഫെക്റ്റ് IEM ആണ്. അതായത് 2000 രൂപയ്ക്ക് താഴെ നിങ്ങൾക്ക് വളരെ ബാലൻസ്ഡ് ആയിട്ടുള്ള വളരെ റിഫൈൻഡ് ആയിട്ടുള്ള സൗണ്ട് വേണമെന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റിയ നല്ലൊരു ഓപ്ഷനാണ് ഈ ടാൻജിം ബണ്ണി എന്ന് പറഞ്ഞിട്ടുള്ള ഈ IEM. ഇതിൻ്റെ ലുക്സ് കാര്യങ്ങളൊക്കെ നോർമൽ നമ്മൾ ഈ പ്രൈസ് റേഞ്ചിലൊക്കെ കാണുന്ന IEMസിൽ നിന്ന് ഒരു ഇച്ചിരി അടിപൊളിയായിട്ടാണ് ടാൻജിം ചെയ്തേക്കുന്നത്. പിന്നെ ടാൻജിമിൻ്റെ ബാക്കിയുള്ള എല്ലാ IEMസിലും, അതായത് ഈ ഒരു ബഡ്ജറ്റ് സെക്ഷനിൽ വരുന്ന IEMസിൽ അവർ ഡിറ്റാച്ചബിൾ കേബിൾസ് കൊടുക്കാറില്ല. പക്ഷേ ഇതിന് ഡിറ്റാച്ചബിൾ കേബിൾ വന്നിട്ടുണ്ട്. സിംഗിൾ ഡൈനാമിക് ഡ്രൈവറൊക്കെ തന്നെയാണ് ഇതിൽ വന്നേക്കുന്നത്. ഈ ടെക്നിക്കാലിറ്റീസിലേക്ക് അധികം അങ്ങോട്ട് പോകുന്നില്ല. അപ്പോൾ ബിൽഡ് ക്വാളിറ്റി, ഈ ക്യാവിറ്റി ഡിസൈൻ ചെയ്തേക്കുന്നത് ഒരു പ്രത്യേക രീതിയിലൊക്കെയാണ് അവർ ചെയ്തേക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ ഡിസൈൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ സൗണ്ടിലേക്ക് വരുമ്പോൾ, അതാണല്ലോ പ്രധാന സംഭവം. സൗണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും ഇതിൻ്റെ സൗണ്ട് എന്ന് പറയുന്നത് വളരെ ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു സൗണ്ടാണ്. ബട്ട് ഇവർ ബേസിലൊരു സിസിലിംഗ് കൊടുത്തിട്ടുണ്ട്. അതായത് നമുക്ക് ആ ബേസ് ഭയങ്കര എന്താ പറയുക, ഒരു മൂടി ബേസ് ആക്കാൻ വേണ്ടിയിട്ട് അവർ ഒരു ചെറിയൊരു സംഭവം ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഈ ക്ലീൻ ഓഡിയോ വരുന്ന അല്ലെങ്കിൽ ഭയങ്കര റിഫൈൻഡ് ആയിട്ടുള്ള IEMസിലൊക്കെ നമുക്കത് ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നിയിരുന്നു. കാരണം അവിടെ ബേസ് ഒന്നും അധികം ഉണ്ടാവില്ല. പക്ഷേ ഇതിൻ്റെ അകത്ത് അധികമൊന്നല്ല, നമുക്കത് ഭയങ്കര ബോറിംഗ് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് അവരൊന്ന് ഒരു സിസിൽനെസ് അവിടെ കൊടുത്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. മിഡ്സിലേക്ക് വരുമ്പോഴത്തേക്കും മിഡ്സ് എല്ലാം ക്ലീൻ ആണ്. പിന്നെ ചിലപ്പോൾ ഇച്ചിരി ഹാർഷായിട്ട് തോന്നിയേക്കാം ചിലർക്ക്. അത് നിങ്ങൾ ഇച്ചിരി ഇതായിട്ടുള്ള ഡാക്കൊക്കെയാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഹാർഷ്നെസ് വന്നേക്കാം. പിന്നെ ട്രബിൾസ് ആണ് അടിപൊളി. കാരണം ട്രബിൾസ് ഭയങ്കര റിഫൈൻഡ് ആയിട്ടുള്ള ട്രബിൾസ്. ഈ ഒരു പ്രൈസിൽ 2000 ഞാൻ ഇത്ര റിഫൈൻഡ് ആയിട്ടുള്ള ട്രബിൾസ് ഞാൻ കേട്ടിട്ടില്ല. നമുക്ക് ഇയർ ഫാറ്റീഗ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ട്രബിളിനോട് ഭയങ്കര മറ്റേ സെൻസിറ്റിവിറ്റി ഉള്ളവർക്ക് മേ ബി ഒരു ഇതായിട്ട് തോന്നിയേക്കാം. പിന്നെ നല്ല കേബിളാണ്. പൗച്ച് കിട്ടുന്നുണ്ട്, 6 പെയർ ഓഫ് ഇയർ ടിപ്സ് കിട്ടുന്നുണ്ട്. പിന്നെ ഇത് 3.5 mm ജാക്കിലും വരുന്നുണ്ട്. അതുപോലെ തന്നെ മറ്റേ DSP വേരിയന്റും വരുന്നുണ്ട്. DSP ഞാൻ അങ്ങനെ റെക്കമെൻഡ് ചെയ്യില്ല. പിന്നെ നിങ്ങൾക്ക് എന്താ പറയുക, പ്ലഗ് ആൻഡ് പ്ലേ പരിപാടിയാണ് എന്നുണ്ടെങ്കിൽ, അതായത് ഒരു ഡാക്കിന് വാങ്ങിക്കാൻ വയ്യ എന്നുണ്ടെങ്കിൽ DSPയിലേക്ക് പോകാം, കുഴപ്പമൊന്നുമില്ല. ബട്ട് 3.5 mm ആണെന്നുണ്ടെങ്കിൽ നമുക്ക് പഴയ ഡിവൈസുകളിലും പഴയ ഇതിലൊക്കെ നമുക്ക് കണക്ട് ചെയ്യുക, യൂസ് ചെയ്തൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെയാണ് ടാൻജിം ബണ്ണിനെ പറ്റിയിട്ടുള്ള ചെറിയ വളരെ ചെറുതായിട്ടുള്ള ഒരു അവലോകനം. അപ്പോൾ ആവശ്യമുള്ളവർക്ക് കൺസെപ്റ്റ് കാർഡിൽ ഈ പ്രൊഡക്റ്റ് ഉണ്ട്, പോവാം, ചെക്കൗട്ട് ചെയ്ത് നോക്കാം.